ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ ഹൗ ടു ടീച്ച് പ്രീ പ്രൈമറി സ്റ്റുഡൻസ് എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, കുഞ്ഞു കുട്ടികളാവുമ്പോൾ നമ്മൾ എത്ര നേരം ആ കുട്ടികൾ നമ്മളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിയിൽ ഏർപ്പെടുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ സഡൻലി അവരുടെ ഹോബീസ് മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വരുന്ന അട്രാക്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരാളെ പിടിച്ചിരുത്തി നമ്മളുടെ ഫേസിലേക്ക് നോക്കൂ, സംസാരിക്കുന്ന കേൾക്കൂ എന്ന് പറയാൻ മുതിർന്നവർക്ക് ഓക്കെ, നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷേ ചെറിയ കുട്ടികൾ ഒരിക്കലും നമ്മളെ തന്നെ അട്രാക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണോ അതെത്ര നേരം ആ കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കും. അവർ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കില്ല. കുറച്ച് നേരമൊക്കെ പിടിച്ചിരുത്തി അവരിയ്ക്കും. അല്ലാതെ നമ്മളിങ്ങനെ വലിയ ആൾക്കാരോട് സംസാരിക്കുന്ന മാതിരി കുട്ടികളോട് ഒരു വിഷയത്തെ പറ്റി ഒരുപാട് നമുക്ക് സംസാരിച്ച് അവരെ നമ്മളിലേക്ക് പിടിച്ചിരുത്താനായിട്ട് സാധിക്കണമെങ്കിൽ കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളാണല്ലോ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അതനുസരിച്ച് കുട്ടികളിലേക്ക് പഠനത്തെ കളിയിലൂടെയും വായനയിലൂടെയും ഒക്കെ നമുക്ക് അവരെ പാട്ടിലൂടെയൊക്കെ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന വിഷയത്തിലേക്ക് ആകർഷിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് കണ്ടല്ലോ, പ്ലേ ബേസ്ഡ് ലേണിംഗ്. അതായത് യൂസ് ഗെയിംസ്, പസിൽസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊമോട്ട് ലേണിംഗ് ത്രൂ പ്ലേ. കളി അടിസ്ഥാനമാക്കിയുള്ള പഠനം എന്ന് പറഞ്ഞാൽ കളിയിലൂടെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ? ഗെയിംസിലൂടെയും പസിൽസിലൂടെയും ഇങ്ങനെയുള്ള കളികളിലൂടെ നമുക്ക് കുട്ടികൾക്ക് പഠനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും ഉപയോഗിച്ച് കുട്ടികളെ നമ്മളെടുക്കുന്നത് ഏതാണോ അതിനെപ്പറ്റി പഠിപ്പിക്കാനായിട്ട്, കുട്ടികളിലേക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് ബേർഡ്സിൻ്റെ പിക്ചറൊക്കെ കാണിച്ച് പഠിപ്പിക്കണം. ബേർഡ്സിനല്ലാതെ നമ്മൾ ബുക്കിൽ എഴുതിയത് ഇതെന്താണ്, വാട്ട് ഈസ് ദീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കും. പക്ഷേ അവരിലേക്ക് അത്രയും മാത്രം അതെത്തില്ല. പസിൽ ഗെയിമിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഓരോ പിക്ചേഴ്സോ അല്ലെങ്കിൽ വേർഡ്സൊക്കെ ആയിട്ട് പസിൽ ഗെയിം കളിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പിക്ചേഴ്സ് തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം പ്രാക്ടിക്കലിൽ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തിയറിനെക്കാട്ടും മുൻതൂക്കം നൽകി നമ്മൾ പ്രാക്ടിക്കലിനാണ് കൊടുക്കുന്നത്. തിയറി നിങ്ങൾക്ക് തരും, അത് നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ കാര്യങ്ങളിൽ കുട്ടികൾ, ഇപ്പോൾ നമ്മൾ പുതിയ ഒരു സബ്ജക്റ്റും കൂടിയാണ് നമ്മൾ ഈ എടുത്ത് പഠിപ്പിക്കുന്നത്. കുട്ടികളിലേക്ക് എങ്ങനെ ടീച്ചേഴ്സായിട്ട് കുട്ടികൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാമെന്നുള്ള ഒരു പഠന രീതി, എങ്ങനെ നല്ല ടീച്ചറാകാം, എങ്ങനെ കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് സ്ഥാനം കയറാൻ പറ്റും, എങ്ങനെയൊക്കെ പഠിപ്പിക്കാനായിട്ട് പറ്റും, ആ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സബ്ജക്റ്റുകളുണ്ട്, പക്ഷേ കൂടുതലും നമ്മൾ ഓരോ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്ത് കുട്ടികളിലേക്ക് എങ്ങനെ ഓരോന്ന് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ പൊതു അറിവുകൾ നമ്മളും അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ പോയിന്റിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം പ്ലേ ബേസ്ഡ് ലേണിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ കളിയിലൂടെ പഠിപ്പിക്കുക. പല ഗെയിംസിലൂടെയും 1 2 3 ഒരു എക്സാമ്പിളാണത്. 1 2 3 നമ്പേഴ്സ് പഠിപ്പിക്കുകയാണ്. നമ്പേഴ്സ് എങ്ങനെ നമ്മൾ ഓർമ്മയിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെങ്ങനെ ഇതാക്കും, അവരെ കൗണ്ട് ചെയ്യിപ്പിക്കാം. 1 2 3 4. അപ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് നമ്പേഴ്സ് അതൊരു ഗെയിമാണ്. അതുകൂടാതെ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് എത്രയുണ്ട് കൗണ്ട് ചെയ്യാൻ പറയാം. അതിലൂടെ അവർ നമ്പേഴ്സ് പഠിക്കും, ആ ഫ്രൂട്ട്സിൻ്റെ നെയിംസ് പഠിക്കും. അതൊക്കെ ഒരു ടീം വൈസ് തിരിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്ലേ ബേസ്ഡ് ലേണിങ്ങിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ. ഓക്കെ, ലുക്ക് അറ്റ് ദ സെക്കൻഡ് പോയിന്റ്, തീം ബേസ്ഡ് ലേണിംഗ്. അതായത് വിഷയം അടിസ്ഥാനമാക്കിയുള്ള പഠനം. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ അവരിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല മൃഗങ്ങളെയോ നിറങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപങ്ങളെയോ, നമ്മുടെ ബോഡി പാർട്സിനെ പറ്റിയോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ആ വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള പഠനങ്ങളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതിനോട് ബേസ് ചെയ്ത ഐറ്റംസ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? കുട്ടികളിൽ
നമ്മളിലേക്ക് നമ്മളെന്താണോ പറയുന്നത് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ആക്ടിവിറ്റിയിലൂടെയാണ് അവരെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ പിടിച്ചിരുത്തി നമുക്ക് അവരോടൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവർ കുറച്ച് നേരം കേട്ടോണ്ടിരിക്കും, പിന്നെ അവർക്ക് ബോറാവും. നമുക്ക് തന്നെ ബോറാവുന്നില്ലേ? നമ്മളൊക്കെ എത്ര നേരം ഓരോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കും. നമ്മളല്ലെങ്കിൽ ക്ലാസ്സിൽ പോവാണ്, നമ്മൾ കുറേ നേരം കേട്ടോണ്ടിരിക്കും, നമുക്ക് ഉറക്കം വരും. ഉറങ്ങി ചില പീരീഡൊക്കെ പണ്ടൊക്കെ ഓരോ ലെസൺസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഓരോ പീരീഡ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റുന്നു. അപ്പോൾ ആരും നമുക്ക് തന്നെ പറ്റുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞു മക്കളോ ഇരിക്കില്ലല്ലേ? അപ്പോൾ ഇതുപോലെ ഗെയിംസൊക്കെ കളിക്കുകയാണെങ്കിലോ അവർ ഫുൾ ആക്റ്റീവായിരിക്കും. കാരണം അവരുടെ പ്രായം അതാണ്, കളിക്കുന്ന പ്രായമാണ്. അപ്പോൾ കളിയിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ളത് അവർ പോലും അറിയാതെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. സ്റ്റോറി ടെല്ലിംഗ്. ഷെയർ സ്റ്റോറീസ് വിത്ത് കളർഫുൾ പിക്ചേഴ്സ് ആൻഡ് എൻഗേജിങ് നറേറ്റീവ്സ് ടു ഡെവലപ്പ് ലാംഗ്വേജ് ആൻഡ് ഇമാജിനേഷൻ സ്കിൽസ്. അതായത് കഥ പറച്ചിലൂടെ നമുക്ക് ഭാഷ, അതുപോലെ തന്നെ അവരുടെ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് അവരുടെ ഭാവനകൾ വികസിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല ചിത്രങ്ങൾ, കളേഴ്സ്, ആകർഷകമായ വിവരണങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഒരു കഥ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിനെ ഒരുവിധം നമുക്ക് ഈ കഥകളൊക്കെ കേൾക്കാൻ ഈ ഒരു ത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ ഏജ് വരുന്ന കുട്ടികളിലേക്ക് സ്റ്റോറി ടെല്ലിംഗ് പറയുമ്പോൾ ജസ്റ്റ് വെറുതെ നമ്മളിങ്ങനെ നിന്നിട്ട് പറയാതെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ്, കളേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറേയും കൂടി ആ പിക്ചേഴ്സിലേക്ക് ചാർട്ട് വൈസ് നമുക്ക് ഓരോ സംഭവം, നമ്മൾ കളിക്കുടുക്കയൊക്കെ കണ്ടിട്ടില്ലേ, ബാലരമയൊക്കെ കാണുമ്പോൾ ഓരോ പിക്ചേഴ്സ് വൈസ് ആയിരിക്കും അതിൽ കഥ പറഞ്ഞിരിക്കുന്നത്. എന്താണോ ആ തീം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ പിക്ചർ കൊടുക്കുന്നത്. അതുപോലെ നമുക്കും ഓരോ പിക്ചേഴ്സ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് അവരെ നമുക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം. നമുക്കിതെന്തായാലും പ്രാക്ടിക്കലിന് ഉണ്ട് കേട്ടോ, ഈ ഒരു പിക്ചർ തീം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിനെ കഥകളിലൂടെ അവരൊത്തിരി വർണ്ണങ്ങളിലേക്കും അതുപോലെ ഒരു ഇമാജിനേഷനിലേക്കും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിൻറ്റ്, സിങ് സോങ്സ് ആൻഡ് റിസൈറ്റ് നഴ്സറി റൈംസ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് പാട്ട് പാടുക. ഇപ്പോൾ കഥ പറയുക എന്നൊക്കെ കളിക്കുക എന്നുള്ള പോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാട്ട് പാടുക എന്നുള്ളത്. അപ്പോൾ പാട്ടിലൂടെയും അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും വിവരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഒരു താളത്തിലൂടെ ലാംഗ്വേജ് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷനിൽ ഒരു താളമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ABCD ഒക്കെ നമ്മളൊരു നല്ല ഇതിൽ സോങ്സൊക്കെ പാടി പഠിപ്പിക്കുക. അതുപോലെ തന്നെ അക്ഷരമാലകൾ 1 2 3 ഒക്കെ നമ്മളൊരു പാട്ടിലൂടെ ഒരു ആക്ഷൻ സോങ്ങിലൂടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കൂടുതലും കുട്ടികളിലേക്ക് നമ്മളല്ലാതെ 1 2 3 ബോർഡിൽ എഴുതി ഇങ്ങനെ കാണിച്ച് പഠിപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അവർക്ക് മനസ്സിലാക്കാനും ആ പാട്ടിലൂടെ അവരത് പഠിച്ചെടുക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതലും ഇതുപോലുള്ള സോങ്സ് എപ്പോഴും വെറൈറ്റീസ് കൊണ്ടുവരാൻ നോക്കാം. സോങ്സിലൂടെയൊക്കെ നമ്മൾ അവരെ പഠിപ്പിക്കാൻ നോക്കാം. 5th പോയിന്റിലേക്ക് പോകാം. ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, അതായത് പ്രവർത്തനങ്ങളിൽ കൈകോർക്കുക എന്ന് പറയും. പ്രൊവൈഡ് opportunities for art, craft and sensory play to develop fine motor skills and creativity. മികച്ച മോട്ടോർ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ പുറത്തെടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ അവർക്ക് ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അതായത് ക്രിയേറ്റിവിറ്റി. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെ കയ്യിലേക്ക് പെയിൻറ്റ് ചെയ്തിട്ട് അവരുടെ കൈ പെയിൻറ്റിലേക്കൊന്ന് മുക്കിയിട്ട് ഒരു ചാർട്ട് പേപ്പറിലൊന്ന് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ക്രിയേറ്റിവിറ്റിയാണ്. അതിലൂടെ നമുക്ക് മയിലിനെ വരച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ വെച്ച് പല ഡിസൈൻസുകൾ കൊടുക്കാനായിട്ട് പറ്റും. പൂക്കൾ, ഫെതേഴ്സ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പെറ്റലുകൾ ഉണ്ടാക്കി, പൂക്കളിലാണെങ്കിൽ പെറ്റലുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഫെതേഴ്സ് മീൻസ് അറിയാലോ, നമുക്കിപ്പോൾ മയിലിൻ്റെയൊക്കെ ആണെങ്കിൽ പീക്കോക്കിൻ്റെയൊക്കെ ആണെങ്കിലും ഫെതേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് കളർ സെൻസ് കിട്ടാനും, കളർ സെൻസിലൂടെ എന്ത് പറ്റും, അവർക്ക് നമുക്കറിയാൻ പറ്റും അവർ ഏതൊക്കെ കളറാണ് അവരെ കണ്ണിലൂടെ കാണാൻ പറ്റുന്നത്, അവർക്ക് ഐ സെൻസ് എത്ര മാത്രം ഉണ്ട്,
അപ്പോൾ ഈ കളറിങ്ങിലൂടെ നമുക്ക് ബുദ്ധിവികാസമാണ് ലഭിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിച്ചാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി മുതിർന്ന് വരുമ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യവും കൂടി അവർ പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അതിനോട് ശ്രദ്ധിച്ചിരിക്കാനുള്ള കാര്യങ്ങൾ ഇതേയുള്ള ആക്ടിവിറ്റീസിലൂടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, encourage collaboration and socialization through group activities and games. ഗ്രൂപ്പ് പ്രവർത്തനത്തിലൂടെ ഗെയിമുകൾ, അപ്പോൾ ഈ ഗ്രൂപ്പായിട്ട് നിന്ന് ഗെയിമുകളൊക്കെ കളിപ്പിക്കുമ്പോൾ അവർക്ക് സഹകരണം, മറ്റു വിദ്യാർത്ഥികളായിട്ടുള്ള സഹകരണം, സാമൂഹിക ഇതിലൂടെ എന്താ പഠിക്കുന്നത്, സമൂഹമായിട്ട് അവർ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനും സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്നും മറ്റു ആളുകളിലേക്ക് നമുക്ക് മിങ്കിൾ ചെയ്ത് ചേരുവാൻ, അല്ലെങ്കിൽ മറ്റാളുകളുടെ പ്രശ്നങ്ങൾ, സോഷ്യലായിട്ടുള്ള മറ്റു വർക്കുകളിലേക്ക് ഏർപ്പെടാനും ഇതുപോലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അവരെ ഭാവി തലമുറയിലേക്ക് നല്ല രീതിയിൽ തന്നെ അവരെ നയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവരിലേക്ക് വളർത്തിയെടുക്കേണ്ട ഒന്നാണ് ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. സഹകരണബോധം. അപ്പോൾ നമുക്ക് മറ്റു ആളുകളിലേക്ക്, ഇപ്പോൾ അയൽവക്കക്കാരാണെന്നുണ്ടെങ്കിലും അവരിലേക്ക് സഹകരിച്ച് എങ്ങനെയാണ് പോകേണ്ടത്, ഒരു നല്ലൊരു ഐക്യത്തെ എങ്ങനെ കൊണ്ടുവരാം, നല്ലൊരു ഭാവിയിലേക്ക് നല്ലൊരു ലോകമാക്കി മാറ്റാനായിട്ട് വരും തലമുറകളാണ് ഇവരാണ് മറ്റു നല്ല നല്ല നന്മകൾ ചെയ്ത് മറ്റു ജനറേഷൻ, അതായത് വരുന്ന ന്യൂ ജനറേഷനെ കൊണ്ടുപോകുന്നത് ഇവരാണ്. അപ്പോൾ ഇവരെ എത്രമാത്രം നല്ല രീതിയിലേക്ക് പ്രവർത്തിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഇവരെ നല്ല രീതിയിൽ വാർത്തെടുക്കണം എന്നുള്ളത് ഓരോ ടീച്ചേഴ്സിൻ്റെയും കടമയാണ്. അപ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നതനുസരിച്ച് സമൂഹത്തോടും മറ്റു മെമ്പേഴ്സിനോടും നല്ല രീതിയിൽ സൗമ്യമായി നല്ല രീതിയിൽ പെരുമാറാനും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും എല്ലാം അവർക്ക് ഈ ഒരു ആക്ടിവിറ്റീസിലൂടെ കഴിവ് വർദ്ധിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതെന്നും നമ്മളിൽ നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ട് അവരുടെ ഭാവി നശിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ അവരെ ചെയ്ത് പഠിപ്പിക്കണം. നമുക്ക് 7th പോയിന്റ് നോക്കാം. യൂസ് വിഷ്വൽ എയ്ഡ്സ്, അതായത് എംപ്ലോയ് ഫ്ലാഷ് കാർഡ്സ്, ചാർട്ട്സ് ആൻഡ് പിക്ചേഴ്സ് ടു സപ്പോർട്ട് ലേണിംഗ് ആൻഡ് റെക്കഗ്നിഷൻ. വിഷ്വൽ കാർഡ്സുകൾ ഒരു പഠനവും ആ പഠനത്തിനൊരു അംഗീകാരവും അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതിനായിട്ട് ഓരോ പിക്ചേഴ്സിൻ്റെ, അതായത് ചെടികളാകാം, ആപ്പിൾസ്, ഫ്രൂട്ട്സുകളാകാം, അങ്ങനെ പല പിക്ചേഴ്സ് യൂസ് ചെയ്ത് അവരെ ഫ്ലാഷ് കാർഡ്സുകളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ഒരു ചാർട്ടുകൾ കാണിച്ച് അവരിലേക്ക് ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ട്രാൻസ്പോർട്ട്സ് ആണെങ്കിലും ഹ്യൂമൻ ബോഡി പാർട്സ് ആണെങ്കിലും ഇതൊക്കെ ചിത്രത്തിലൂടെ മനസ്സിലാക്കാനുള്ളൊരു സെൻസേഷൻ അറിവും കൂടി കൊടുക്കുക. അടുത്ത പോയിന്റ്, മേക്ക് ഇറ്റ് ഇൻറ്ററാക്റ്റീവ്. ഇൻകോർപ്പറേറ്റ് മൂവ്മെൻറ്റ്, ജസ്റ്റേഴ്സ് ആൻഡ് റോൾ പ്ലേയിങ് ടു മേക്ക് ലേണിംഗ് എൻഗേജിങ് ആൻഡ് ഫൺ. അതായത് പഠന ആകർഷവും രസകരമാകുന്നതിന് നമ്മൾ ഓരോ ആംഗ്യങ്ങൾ കാണിച്ച് നമ്മളവരെ ആകർഷിപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ബുദ്ധിയിലേക്ക്, ഇങ്ങനെ ഓർമ്മകളിലേക്ക് നമ്മൾ കാണിക്കുന്ന ആംഗ്യങ്ങൾ കാണിച്ചിട്ട് അവർക്ക് മനസ്സിലാവണം ഇന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഓരോ ആംഗ്യത്തിലൂടെയും ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, യൂസ് ഏജ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്. കമ്മ്യൂണിക്കേറ്റ് ഇൻ എ വേ ദാറ്റ് ഈസി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ്. അതായത് പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ഭാഷ അവരിൽ ഉപയോഗിക്കുക. അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനുള്ള രീതിയിൽ വേണം നമ്മളുടെ ആശയവിനിമയം നമ്മൾ ആ കുട്ടികളായിട്ട് നടത്തേണ്ടത്. 9th one, അതായത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ബി ഫ്ലെക്സിബിൾ ആൻഡ് പേഷ്യൻറ്റ്, അഡാപ്റ്റ് ടു ദെയർ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് റിമെമ്പർ ദാറ്റ് ദേ ലേൺ അറ്റ് ഡിഫറെൻറ്റ് പേസസ്. അതായത് വഴക്കം അല്ലെങ്കിൽ ക്ഷമ, അവരെ ക്ഷമയുള്ളവരാക്കുക. ബി ഫ്ലെക്സിബിൾ ആൻഡ് പേഷ്യൻറ്റ്. ഏത് സിറ്റുവേഷനിലും അവർക്ക് പെട്ടെന്ന് വിഷമങ്ങൾ അല്ലെങ്കിൽ അവരിലേക്ക് പേടി ഒന്നും വരുത്താതെ നല്ല രീതിയിൽ ഏത് സിറ്റുവേഷനാണെങ്കിലും ഒരു ഫ്ലെക്സിബിൾ ആകാനും പേഷ്യൻറ്റ് ക്ഷമയുള്ളവരാക്കി എടുക്കാനും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം.
അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവരെന്തിലാണ് പൊരുത്തപ്പെട്ടിരിക്കുന്നത്, അവരുടെ വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികളെല്ലാം മനസ്സിലാക്കി നമ്മൾ അവരുടെ ഒപ്പം തന്നെ അവരിലൊരാളാണ്, അല്ലെങ്കിൽ നമ്മളോട് എന്തും തുറന്നു പറയാൻ പറ്റും, ഒരു ഗുഡ് ഫ്രണ്ടായിട്ട് നല്ലൊരു ടീച്ചറായിട്ടും നമ്മൾ ഈ